മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ കുട്ടികൾക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യണം അവര്. അപ്പൊ അവര് +1 ക്ലാസ്സുകൾ സ്വാഭാവികമായിട്ടും നേരം വൈകാനുള്ള ചാൻസ് ഉണ്ട്. +1 ക്ലാസ്സുകൾ നമ്മള് ജൂലൈയുടെ അവസാനം അല്ലെങ്കിൽ ഓഗസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 സയൻസിന് അഡ്മിഷൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി +1ലെ കുറച്ച് പാഠങ്ങൾ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ബ്രിഡ്ജ് കോഴ്സ്. ഓക്കെ, അപ്പോ +1ലെ കുറച്ച് പാഠങ്ങള് കുറച്ച് പാഠങ്ങൾ, എല്ലാ പാഠങ്ങളും നമുക്ക് ചെയ്യാനുള്ള സമയമില്ല മക്കളെ. നമ്മുടെ ഈ പ്രോഗ്രാം ഏകദേശം ഒരു മാസം, നമ്മൾ +1 എന്നാണോ നമ്മൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അന്ന് വരെ, അപ്പോ അതുവരെ നമ്മൾ ഏകദേശം ഈ പ്രോഗ്രാം ബ്രിഡ്ജ് പ്രോഗ്രാം നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ +1ൽ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. എന്ന് വെച്ചാൽ എല്ലാ പോയിന്റുകളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഇപ്പോൾ കേട്ടാൽ ബുദ്ധിമുട്ട് തോന്നാത്ത, നിങ്ങൾക്ക് മനസ്സിലാവുന്ന +1ലെ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് ബ്രിഡ്ജ് കോഴ്സിൽ നമ്മൾ വെച്ചേക്കണേ. മക്കളെ, ഈ കോഴ്സ് സൗജന്യമാണ്, പരിപൂർണമായും സൗജന്യമാണ്. അപ്പോ നിങ്ങളുടെ കൂട്ടുകാരോ വല്ല ഫ്രണ്ട്സോ വല്ലരും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എന്ത് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാം. അപ്പോ അതിന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. മക്കളെ, എന്റെ പേര് വിഷ്ണു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഫിസിക്സ് ആണ് ഞാൻ ഇന്ന് ഡീൽ ചെയ്യാൻ പോണേ. ഓക്കെ, ഫിസിക്സിലെ വളരെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് +1ൽ നമ്മൾ ആവശ്യമുള്ള പാഠഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എല്ലാവരും ശ്രദ്ധിച്ച് ഇത് എഴുതി നോട്ടൊക്കെ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് നമ്മുടെ +1ലേക്ക് നമുക്കൊരു സഹായകമായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ +1 തീർച്ചയായിട്ടും നമ്മൾ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ഒരു ബോധം +1ൽ എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്, എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഈ ബ്രിഡ്ജ് കോഴ്സിൽ നിന്ന് മനസ്സിലാവും. അപ്പൊ എല്ലാവർക്കും ബ്രിഡ്ജ് കോഴ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ മക്കളെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ. ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ എടുക്കുന്നില്ല, രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ എല്ലാ ചാപ്റ്ററുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് തോന്നാത്ത കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കുറച്ച് ചാപ്റ്ററുകൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്താണ് മോഷൻ? നമുക്ക് അത് വെച്ച് തുടങ്ങാം മക്കളെ. എന്താണ് മോഷൻ? എന്താണ് മോഷൻ? എപ്പോഴാണ് നമ്മൾ ഒരു ബോഡി മൂവ് ചെയ്യുന്നതായിട്ട് പറയാം? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ബോഡി എപ്പോഴാണ് മൂവ് ചെയ്യുന്നതായിട്ട് പറയാം? ഒരു ബോഡിയുടെ പൊസിഷനിൽ ചേഞ്ച് വരുമ്പോ, അല്ലെ, ഒരു ബോഡിയുടെ സ്ഥാനം മാറുമ്പോ നമുക്ക് ആ ബോഡി മൂവ് ചെയ്യുകയാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ബോഡിയുടെ പൊസിഷൻ മാറുകയാണെങ്കിൽ മക്കളെ, സമയം മാറുന്നതിനനുസരിച്ച് നമ്മൾ ഒരു പോയിന്റ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സമയം മാറുന്നതിനനുസരിച്ച്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷനിൽ ചേഞ്ച് വരികയാണെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ക്ലിയർ ആയില്ലേ? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഒരു ബോഡിയുടെ പൊസിഷനിൽ, സ്ഥാനത്തിൽ മാറ്റം വരികയാണെങ്കിൽ, എന്ത് മാറുന്നതിനനുസരിച്ച് മക്കളെ? ടൈം മാറുന്നതിനനുസരിച്ച് മാറ്റം വരികയാണെങ്കിൽ നമുക്ക് ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ഞാൻ 2-3 എക്സാമ്പിളുകൾ കാണിച്ചു തരാം മക്കളെ. എല്ലാവരും ഈ മാർക്കർ പെൻ കാണുന്നുണ്ടാവും അല്ലെ? ഈ മാർക്കർ പെന്നിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ഇതാ ഈ മാർക്കർ പെൻ ഇത് എങ്ങനെ ഇത് ഇവിടെ. അപ്പൊ നേരത്തെ ഈ മാർക്കർ പെന്നിന്റെ പൊസിഷൻ ഇവിടെയായിരുന്നു അല്ലെ? മാർക്കർ പെന്നിന്റെ സ്ഥാനം, പൊസിഷൻ ഈ സൈഡിലായിരുന്നു. മാർക്കർ പെൻ ഇതാ ഇവിടേക്ക് എത്തി. അപ്പൊ മാർക്കർ പെന്നിന്റെ പൊസിഷനിൽ എന്ത് വന്നു? ചേഞ്ച് വന്നു. കണ്ടോ, പൊസിഷനിൽ ചേഞ്ച് വന്നു. നേരത്തെ എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു, ഈ സൈഡിലായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തി അല്ലെ? അപ്പൊ മാർക്കർ പെന്നിന്റെ പൊസിഷനിൽ എന്ത് വരുന്നു മക്കളെ? ചേഞ്ച് വരുന്നു. കാണുന്നില്ലേ? പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. എന്തു മാറുന്നതിനനുസരിച്ച്? ടൈം മാറുന്നതിനനുസരിച്ച്. അപ്പൊ ടൈം
അപ്പൊ ടൈം മാറുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ബോഡിയുടെ പൊസിഷനിൽ ചേഞ്ച് വരികയാണെങ്കിൽ നമുക്ക് ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എപ്പോഴാ ഒരു ബോഡി മോഷനിലാണെന്ന് പറയാം? മനസ്സിലായില്ലേ? എപ്പോഴാ ഒരു ബോഡി മോഷനിലാണെന്ന് പറയാം? An object is said to be in motion. An object is said to be in motion. An object is said to be in motion when its position changes. When its position changes with respect to time. ടൈം മാറുന്നതിനനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോഡി മോഷൻ എന്ന് പറയാം. ഓക്കെ, ടൈം മാറുന്നതനുസരിച്ച് ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ മക്കളെ? അതിൽ സംശയമൊന്നുമില്ലല്ലോ? യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് നോക്കുമ്പോ മോഷൻ ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. മോഷൻ ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. മോഷൻ ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, മോഷൻ ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതിന് ഞാൻ 2-3 എക്സാമ്പിൾസ് പറയാം. നമ്മള് ഫിസിക്സ് പ്രത്യേകിച്ച് +1 +2 നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ബൈഹാർട്ട് ചെയ്യരുത്, നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഞങ്ങളിവിടെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചോളൂ. ഓക്കെ, ഗ്രൂപ്പിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നിട്ട് ഗ്രൂപ്പിൽ ചോദിക്കാം, അതേപോലെ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചോളൂ. നമ്മളിവിടെ ക്ലാസ് എടുക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും. അപ്പൊ ഞാൻ മോഷൻ ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് എഴുതി കഴിഞ്ഞു. മോഷൻ ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് എഴുതി കഴിഞ്ഞു. ഇനി അത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ 2-3 എക്സാമ്പിൾസ് പറഞ്ഞുതരും. ഓക്കെ, നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള എക്സാമ്പിൾ ആണ് മക്കളെ. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എടുക്കുന്നു. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ബസ്സിൽ പോകുന്നു. ഇപ്പൊ തൃശ്ശൂർക്ക് നമ്മൾ ബസ്സിൽ പോകുന്നു വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ബസ്സിൽ കയറി, ഇല്ലെങ്കിൽ നിങ്ങൾ ബസ്സിൽ കയറി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ തന്നെ വിചാരിച്ചോ. അപ്പൊ നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് ബസ്സിന്റെ ഒരു സൈഡ് സീറ്റിൽ ഇരുന്നു. ഓക്കെ, ബസ്സിന്റെ ഒരു സൈഡ് സീറ്റിൽ ഇരുന്നു. അപ്പോ ബസ്സിന്റെ സൈഡ് സീറ്റിൽ ഇരുന്ന് ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ് അവിടെ നിന്ന് എടുത്തു. അപ്പൊ ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു. അല്ലെ, അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ബസ് എത്തുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ബസ് സ്റ്റോപ്പില് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ കാണാൻ സാധിക്കും ഇപ്പോ, കാരണം ആ ബസ് സ്റ്റോപ്പിൽ എത്തി. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവർ ബസ്സുകാരൻ നിൽക്കണമല്ല, വെറുതെ നിൽക്കാന്ന് വിചാരിച്ചോളൂ. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ നോക്കുന്നു. അപ്പൊ നിങ്ങളെ അവർക്ക് കാണാൻ പറ്റുന്നു, അവർക്ക് നിങ്ങളെയും കാണാൻ പറ്റുന്നു. ശരിയല്ലേ സാർ പറഞ്ഞത്? അല്ലേ? അത് കഴിഞ്ഞ് ബസ് അവിടുന്ന് എടുത്തു പോകും. അല്ലെ, ആ ബസ് അവിടുന്ന് വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് എടുത്ത് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നോക്കും. അപ്പൊ ആ ബസ് അവിടെ നിന്ന് എടുത്തു പോകുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാര് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ബസ്സിന്റെ ഒപ്പം മൂവ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെ ശരിയല്ലേ? ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ബസ്സിന്റെ ഒപ്പം നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പറയും നിങ്ങൾക്ക് മോഷനുണ്ട്, കാരണം ബസ്സിന്റെ ഒപ്പം നിങ്ങൾ മൂവ് ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങളുടെ പൊസിഷൻ മാറുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മോഷൻ ഉണ്ടെന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ പറയും. എന്നിട്ട് ആ ബസ് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് എത്തും. അപ്പൊ ആ അടുത്ത ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളെ കാണാൻ പറ്റും. പിന്നെ അവിടുന്ന് ബസ് എടുത്ത് പോകുമ്പോൾ സംഭവിക്കും, അവരും പറയും, അടുത്ത ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരും പറയും നിങ്ങൾക്ക് എന്തുണ്ട്? മോഷനുണ്ട്. അപ്പൊ ബസ്സിന് പുറമെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ബസ് സ്റ്റോപ്പിലോ റോഡ് സൈഡിലോ എവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കുമ്പോ നമുക്ക് മോഷനുണ്ട്, നിങ്ങൾക്ക് മോഷനുണ്ട്, കാരണം നിങ്ങൾ ബസ്സിന്റെ ഒപ്പം മൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ബസ്സിന്റെ ഒപ്പം മൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? പക്ഷെ അതേ സമയം നമ്മൾ ഒരു കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് അല്ലെ, ബസ്സിന്റെ ഉള്ളിലെ കണ്ടക്ടർ. ഈ കണ്ടക്ടർ നിങ്ങൾ നോക്കുമ്പോ, കണ്ടക്ടറിന്റെ കണ്ണിലൂടെ നിങ്ങൾ നോക്കിയേ, കണ്ടക്ടർ നിങ്ങളെ നോക്കുമ്പോ നിങ്ങൾ ബസ്സിന്റെ ഒരു സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് കണ്ടക്ടർ നോക്കുമ്പോഴും നിങ്ങൾ ആ സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കണ്ടക്ടർ നോക്കുമ്പോഴും നിങ്ങൾ ആ സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മക്കളെ? വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് കണ്ടക്ടർ ആണ് നിങ്ങളെ നോക്കുന്നതെങ്കിൽ കണ്ടക്ടറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മോഷനുണ്ടോ? നിങ്ങളുടെ പൊസിഷൻ മാറുന്നുണ്ടോ കണ്ടക്ടറിനെ സംബന്ധിച്ച്? കാരണം കണ്ടക്ടർ നോക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അവിടെ തന്നെ ഇരിക്കല്ലേ? പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന, റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അവരുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട് മക്കളെ? മോഷനുണ്ട്. ഇപ്പൊ കണ്ടക്ടറാണ് ഒബ്സർവർ എങ്കിൽ, കണ്ടക്ടറിന്റെ കണ്ണിലൂടെയാണ് നമ്മൾ നിങ്ങളുടെ മോഷൻ അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മോഷനില്ല. പക്ഷെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോഷൻ ഉണ്ട്. അപ്പൊ ഒരേ നിങ്ങൾ ആകെ കൂടി ചെയ്യുന്ന ജോലി എന്താ? ബസ്സിന്റെ സൈഡ് സീറ്റിൽ നിന്ന് മൂവ് ചെയ്യാണ്.
നോക്കുന്ന ആള് മാറിയപ്പോ മക്കളെ, നോക്കുന്ന ആള് മാറിയപ്പോ കണ്ടക്ടർ നോക്കിയപ്പോ നിങ്ങൾക്ക് മോഷൻ ഇല്ല, ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ നോക്കിയപ്പോ നിങ്ങൾക്ക് മോഷൻ ഉണ്ട്. അപ്പൊ നോക്കുന്ന ആള് മാറിയപ്പോൾ ഒരു കേസിൽ മോഷൻ ഉണ്ട്, ഒരു കേസിൽ മോഷൻ ഇല്ല. അപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ മൂവ് ചെയ്യുന്നില്ലേ എന്നത് ആ ബോഡിയേക്കാൾ ഉപരിയായിട്ട് ആരാണോ ആ ബോഡീനെ ഒബ്സർവ് ചെയ്യുന്നത് അവനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടറാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോഷൻ ഇല്ല, റോഡ് സൈഡിലുള്ള ആളാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മോഷൻ ഉണ്ട്. സോ ഒബ്സർവറുടെ കണ്ണിലാണ് മോഷൻ. ഒബ്സർവറുകൾ മാറുന്നതനുസരിച്ച് മോഷനിൽ എന്ത് വരാം, ചേഞ്ച് വരാം. മോഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒബ്സർവറിനെയാണ്. സോ ദാറ്റ് ഈസ് വൈ മോഷൻ ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ആരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഒബ്സർവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വാണ്ടിറ്റിയാണ് മക്കളെ മോഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയില്ലേ ആ എക്സാമ്പിൾ? മക്കളെ ഞാൻ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ വളരെ സിമ്പിൾ. അതായത് ഈ പേന ഇവിടെ കിടക്കുന്നു. ഈ പെന്നിന്റെ ഈ പോക്കറ്റിൽ പേനയുണ്ട്. എന്റെ പോക്കറ്റിൽ നിങ്ങൾക്ക് പെന്ന് കാണുന്നുണ്ട് അല്ലെ? ഉണ്ട്. മക്കളെ നോക്കൂട്ടാ, ഞാൻ അവിടേക്ക് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പേനിനെ നോക്കൂ കേട്ടോ. ഞാൻ കുറച്ച് നിങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയാണ് ക്ലാസ്സിൽ. ഓക്കെ, നിങ്ങൾ ഈ പേനിനെ നോക്കൂ. നിങ്ങൾക്ക് ഈ പേന കാണുന്നുണ്ടല്ലോ, പേനയുടെ ടോപ്പ് കാണുന്നുണ്ടാവും. ഈ പേനിനെ നിങ്ങൾ നോക്കൂ. അപ്പൊ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പേനയും ഒപ്പത്തിൽ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നോക്കൂ, ഞാനിങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ പേനയുടെ ടോപ്പ് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ മക്കളെ? ഉണ്ട് എന്നാണ് ആൻസർ അല്ലെ? ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങളുടെ ആൻസർ ഞാൻ പറയാണ്, വേറെ നിവൃത്തിയില്ല നമുക്ക്. അപ്പോ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്തപ്പോ നിങ്ങൾ ഈ പേന മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു? ചെയ്തില്ല മക്കളെ? ചെയ്തു. അപ്പൊ നിങ്ങളാണ് ഒബ്സർവർ എങ്കിൽ ഈ പേന നിങ്ങൾ പറയും ഈ പേന മോഷനിലാണെന്ന് പറയും. കാരണം ഈ പേനയുടെ പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആര് മൂവ് ചെയ്യണാനുണ്ട്? ഞാൻ മൂവ് ചെയ്യണാനുണ്ട്. അപ്പൊ ഞാൻ മൂവ് ചെയ്യുമ്പോൾ ഈ പേനയും എന്റെ കൂടെ വരുന്ന കാരണം കൊണ്ട് നിങ്ങൾ പറയും ഈ പേന മോഷനിലാണോ? നിങ്ങളാണ് ഒബ്സർവർ എങ്കിൽ. ശരിയാണല്ലോ, നിങ്ങളാണ് ഒബ്സർവർ എങ്കിൽ നിങ്ങൾ പറയും പേന മോഷനിലാണ്. ക്ലിയർ? പറയും. ഇനി ഞാനാണ് ഈ പേനയെ നോക്കണമെങ്കിലോ മക്കളെ, ഞാനാണ് ഈ പേനയെ നോക്കുന്നതെങ്കിൽ ഞാൻ പറയും ഈ പേന നോക്കൂ, ഞാൻ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഈ പേന എന്റെ പോക്കറ്റിലുണ്ട്. ഞാൻ ഇവിടെ വെച്ച് നോക്കുമ്പോഴും ഈ പേന എന്തുണ്ട്? എന്റെ പോക്കറ്റിലുണ്ട്. അപ്പൊ ഞാൻ എവിടെ വെച്ച് നോക്കിയാലും ഈ പേന എന്തുണ്ട്? എന്റെ പോക്കറ്റിലുണ്ട്. സോ ഞാനാണ് ഒബ്സർവർ എങ്കിൽ എനിക്ക് ഈ പേനയ്ക്ക് എന്തില്ല മക്കളെ? മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു യു, നിങ്ങളാണ് ഒബ്സർവർ എങ്കിൽ ഈ പേന മൂവ് ചെയ്തു, ഞാനാണ് ഒബ്സർവർ എങ്കിൽ ഈ പേന മൂവ് ചെയ്തില്ല. അപ്പൊ എത്ര എക്സാമ്പിൾ ആയി? 2 എക്സാമ്പിൾ ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരേ പേന തന്നെയാട്ടോ. നിങ്ങൾ നോക്കിയപ്പോ പേനയ്ക്ക് മോഷൻ ഉണ്ട്, ഞാൻ നോക്കിയപ്പോ പേനയ്ക്ക് മോഷൻ ഇല്ല. അതാ പറഞ്ഞ മോഷൻ ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ഒബ്സർവറിനെ റിലേറ്റ് ചെയ്യുന്ന, ഒബ്സർവറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് മോഷൻ. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് മോഷൻ ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ പറയാറുള്ള എക്സാമ്പിൾ, നിങ്ങളുടെ സ്കൂളില് നിങ്ങൾ പോയിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഈ ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിൽക്കുന്നുണ്ട്, വെറുതെ നിൽക്കുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് സ്കൂൾ ഗ്രൗണ്ടിന്റെ സെന്ററിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിൽ നിന്ന് അവനെ നോക്കുകയാണ്. നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം അവനെ. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ആ ഫ്രണ്ടിനെ നോക്കുമ്പോ ആ ഫ്രണ്ട് അവിടെ റെസ്റ്റിലാണ്. ആണല്ലോ അല്ലെ? അപ്പൊ നമ്മള് ക്ലാസ് റൂമിൽ നിന്ന്, നിങ്ങളെ ക്ലാസ് റൂമിൽ നിന്ന് നോക്കുന്ന സമയത്ത് with respect to you people, with respect to you observer, the friend, I mean നിങ്ങളുടെ ഫ്രണ്ട് എന്തിനാണ് മക്കളെ? റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് റെസ്റ്റിലാണ്, നിങ്ങളാണ് നോക്കുന്നതെങ്കിൽ. അതേസമയം വേറൊരു വ്യക്തി ഇപ്പൊ ഒരു ചന്ദ്രനിൽ പോയിട്ട്, മൂണിൽ ചന്ദ്രനിൽ പോയിട്ട് എന്ത് ചെയ്യുക? ടെലസ്കോപ്പ് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിനെ നോക്കാന്ന് വിചാരിക്കുക. വേറൊരാള് ചന്ദ്രനിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ടെലസ്കോപ്പ് വെച്ച് നിങ്ങളുടെ ഫ്രണ്ടിനെ നോക്കുമ്പോ മക്കളെ അയാൾക്ക് ഭൂമി കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെ? ചന്ദ്രനിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭൂമി കറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. ഭൂമി കറങ്ങുന്നതിനൊപ്പം നിങ്ങളുടെ ഫ്രണ്ടും കറങ്ങുന്നതായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യില്ലേ? അയാൾക്ക് ഫീൽ ചെയ്യും. ആ ചന്ദ്രനിൽ നോക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യില്ലേ? അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് മോശമല്ല എന്ന് ഫീൽ ചെയ്യും. ആർക്ക്? ചന്ദ്രനിലിരിക്കുന്ന ആൾക്ക് അല്ലെ? പക്ഷെ നിങ്ങൾക്കോ? നിങ്ങൾ ഇവിടെ സ്കൂളിൽ നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താ? ആ ഫ്രണ്ട് റെസ്റ്റിലാണ്. അപ്പൊ ഒരേ ഫ്രണ്ടാണ്. ഒരു ഫ്രണ്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗ്രൗണ്ടിന്റെ സെന്ററിൽ വെറുതെ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കിയപ്പോഴാണ് വെറുതെ നിൽക്കണല്ലോ. അപ്പൊ നിങ്ങളാണ് ഒബ്സർവറെങ്കിലാണ് റെസ്റ്റിലാവണത്. വേറൊരാള് മൂണിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോ അയാൾക്ക് മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കാണാൻ സാധിക്കുന്നുണ്ട് അയാളുടെ ഫ്രണ്ടില് അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട് മൂവ് ചെയ്യുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റും.
അപ്പോ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ മോഷൻ ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ആരെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഒബ്സർവറിനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒബ്സർവർ പ്ലേസ് എ കീ റോൾ ഇൻ മോഷൻ. ഒബ്സർവറുടെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഏതില് മക്കളെ? മോഷനിൽ. ക്ലിയർ ആയില്ലേ? അപ്പൊ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ബോഡിയുടെ പൊസിഷനിൽ എന്ത് വരിക മക്കളെ? ചേഞ്ച് വരിക വിത്ത് റെസ്പെക്ട് ടു ടൈം. എന്നിട്ട് മോഷൻ എന്താ പറഞ്ഞാൽ? മോഷൻ ഇസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. 3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 എക്സാമ്പിൾസ് ആണ് സാറ് പറഞ്ഞത്. ആ 3 എക്സാമ്പിൾസ് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലിങ്ങനെ എടുത്ത് ആലോചിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ മോഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒബ്സർവറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്യാം. അപ്പൊ നമ്മള് മോഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞു. മോഷൻ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ പൊസിഷനിൽ എന്തുണ്ടാവുക? ചേഞ്ച് ഉണ്ടാവുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി ഞാൻ പറയുന്ന അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ബോഡിക്ക് നമ്മൾ എപ്പോഴാണ് മോഷൻ എന്ന് പറയാ മക്കളെ? ഒരു ബോഡിക്ക് നമ്മൾ എപ്പോഴാ മോഷൻ എന്ന് പറയാ? ആ ബോഡിയുടെ പൊസിഷനിൽ എന്ത് വരുമ്പോ? ചേഞ്ച് വരുമ്പോ. ആ ബോഡിയുടെ പൊസിഷനിൽ ചേഞ്ച് വരുമ്പോ നമുക്ക് മോഷൻ എന്ന് പറയാം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഒരു ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്താലേ മോഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നറിയണമെങ്കിൽ നമുക്ക് ആ ബോഡിയുടെ പൊസിഷൻ ആദ്യം പറയാൻ പറ്റണം, അല്ലെ? ഒരു ബോഡിയുടെ പൊസിഷൻ ഏതാണെന്ന് നമുക്ക് ആദ്യം പറഞ്ഞാൽ മാത്രമേ ആ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? പൊസിഷനിൽ ചേഞ്ച് ഉണ്ടായാലേ അവിടെ എന്തുണ്ടാവുള്ളൂ? മോഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. മോഷൻ ഉണ്ടാവണമെങ്കിൽ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവണം. പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബോഡിയുടെ പൊസിഷൻ ഏതാണെന്ന് പറയാൻ പറ്റണം. അപ്പൊ ഒരു ബോഡിയുടെ പൊസിഷൻ ഏതാണ് എന്ന് നമുക്ക് പറയണം. എന്നാലേ നമുക്ക് ഒരു ബോഡിയുടെ മോഷൻ ഉണ്ടോ മോഷനിൽ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മൾ ഒരു ബോഡിയുടെ പൊസിഷൻ പറയാം. എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ബോഡിയുടെ പൊസിഷൻ പറയാന്ന് നമുക്ക് നോക്കാം. ഇപ്പോ നിങ്ങളുടെ വീടിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നിങ്ങളുടെ ഏതൊരു ഫ്രണ്ട് ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, നിന്റെ വീട് എവിടെയാണ്, അല്ലെങ്കിൽ നിന്റെ വീട് എവിടെയാണെന്ന് നിങ്ങളുടെ കൂട്ടുകാരികളോ ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ വീട് എവിടെയാണെന്ന് നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? ഏതെങ്കിലും ഒരു പോസ്റ്റ് ഓഫീസോ, ഏതെങ്കിലും ഒരു സ്കൂളോ, ഏതെങ്കിലും ഒരു അമ്പലമോ, ഏതെങ്കിലും ഒരു പള്ളിയോ, ഏതെങ്കിലും ഒരു അമ്പലക്കുളോ, അങ്ങനെ കുറെ പേർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ അടുത്താണ് നിങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, സ്കൂളല്ല, നിങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കൊടുക്കും. ശരിയാണല്ലോ? ഇപ്പൊ എന്നോടൊരു വീട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുക ഇവിടെ ഒരു അമ്പലക്കുളം ഉണ്ട്, ആ അമ്പലക്കുളത്തിന്റെ അടുത്താന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്റെ വീട് എവിടെയാന്ന് എന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെ പുറനാട്ടുകാരെ ഒരു അമ്പലക്കുളത്തിന്റെ അടുത്താണ്. അപ്പൊ കാരണം എന്താ? ഈ അമ്പലക്കുളം എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ അമ്പലക്കുളം വെച്ചിട്ടാണ് ഞാൻ എന്ത് പറയാ? എന്റെ വീടിന്റെ പൊസിഷൻ പറയാം. ഇപ്പൊ ചില ആൾക്കാര് നിങ്ങളുടെ വീട് എവിടെയെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ പറയാം റേഷൻ കടയുടെ അടുത്താണ്. അങ്ങനെ പറയാണ്ട്, നമ്മൾ പറയാറുണ്ട് മക്കളെ, നോക്കിയാൽ റേഷൻ കടയുടെ അടുത്താണ്, അല്ലെങ്കിൽ ഈ കടയുടെ അടുത്താണ്, അല്ലെ? ഈ കടയുടെ അടുത്ത്, അല്ലെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ്, അല്ലെങ്കിൽ ഒരു കിണറിന്റെ അടുത്താണ്. നമ്മൾ അങ്ങനെ പറയാണ്ട്, കിണറിന്റെ അടുത്താണ്, ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്താണ്, ആ ബ്ലോക്ക് ഓഫീസിന്റെ അടുത്താണ്, വില്ലേജ് ഓഫീസിന്റെ അടുത്താണ്, അക്ഷയയുടെ അടുത്താണ്, അക്ഷയ അല്ലാത്ത അക്ഷയ കേന്ദ്രത്തിന്റെ അടുത്താണ്, സ്കൂളിന് അടുത്താണ്, പോസ്റ്റ് ഓഫീസിനടുത്താണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ സാധാരണ ലൈഫിൽ തന്നെ നമ്മുടെ വീടിന്റെ പൊസിഷൻ പറയാൻ കുറെ പേർക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. അതിനടുത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അതിനടുത്താന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള സാധനം എന്താ? ഈ അമ്പലോ പള്ളിയോ അല്ലെങ്കിൽ സ്കൂളോ പോസ്റ്റ് ഓഫീസോ ഒന്നുകൂടായിരിക്കാം. അപ്പൊ അവര് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഈ അമ്പലവും പള്ളിയും പോസ്റ്റ് ഓഫീസൊക്കെ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താ മക്കളെ? എല്ലാവർക്കും അതറിയാം, അല്ലെ? കുറെ പേർക്ക് അതറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വീടിന്റെ പൊസിഷൻ പറയാ, അല്ലെ? അപ്പോ ആർക്കും പരിചയമില്ലാത്ത, കാര്യമായിട്ട് ആർക്കും അറിയാത്ത നമ്മുടെ ഒരു സ്ഥലത്തെ കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്റെ വീടിന്റെ പൊസിഷൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? കുറെ പേർക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഒരു സ്ഥാപനത്തിന്റെയോ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെയോ സഹായം എടുക്കേണ്ടി വരും. ഇപ്പൊ അമ്പലക്കുളം, അമ്പലം, പള്ളി, പോസ്റ്റ് ഓഫീസ്, സ്കൂള്, കട, അങ്ങനെയൊക്കെ പറയണമെന്നെ. ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ ആയി. അപ്പൊ നമ്മള് ഒരു പൊസിഷൻ പറയാൻ, നമ്മുടെ വീടിന്റെ പൊസിഷൻ പറയാൻ നമ്മൾ എടുക്കുന്ന
കുറെ പേർക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഈ അമ്പലങ്ങളെയോ പള്ളികളെയോ അല്ലെങ്കിൽ അമ്പലക്കുളം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഇതേപോലുള്ള സ്ഥലങ്ങളെ പറയുന്ന പേരാണ് റഫറൻസ് പോയിന്റ്. റഫറൻസ് ചെയ്യാവുന്ന സ്ഥലങ്ങൾ റഫറൻസ് പോയിന്റ് എന്നാ വിളിക്കുക. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ അമ്പലവും പള്ളിയും ഇതൊക്കെ റഫറൻസ് പോയിന്റുകളാണ്. അപ്പൊ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് വന്ന് വീട് ചോദിക്കുമ്പോൾ, വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ, പൊസിഷൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അമ്പലത്തിന്റെ അടുത്ത്, പള്ളിയുടെ അടുത്ത്, സ്കൂളിന്റെ അടുത്ത്, മറ്റേ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത്, മറ്റേ അക്ഷയയുടെ അടുത്ത് എന്നൊക്കെ പറയുന്നത് ഈ സാധനങ്ങൾ നിങ്ങൾ പറഞ്ഞതിനൊക്കെ നമ്മൾ റഫറൻസ് പോയിന്റ് എന്നാ വിളിക്കുക. ഈ ഫിസിക്സിലേക്ക് വരുമ്പോ നമുക്ക് വീടിന്റെ പൊസിഷൻ അല്ല പറഞ്ഞു കൊടുക്കേണ്ടി വരിക, ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കേണ്ടി വരിക. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒബ്ജക്റ്റിന്റെ സ്ഥാനം പൊസിഷൻ പറയാൻ വേണ്ടി നമുക്ക് അമ്പലവും പള്ളി, അമ്പലക്കുളവും പോസ്റ്റ് ഓഫീസും നമുക്ക് ഫിസിക്സിന്റെ ഉള്ളിൽ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഫിസിക്സിന്റെ ഉള്ളിൽ നമുക്ക് എടുക്കുന്ന റഫറൻസ് പോയിന്റ്, ഞാൻ പറഞ്ഞു റഫറൻസ് പോയിന്റ്, കുറെ പേർക്ക് അറിയാവുന്ന ആ കോമൺ പോയിന്റ്, റഫറൻസ് പോയിന്റ് നമ്മൾ ഒറിജിൻ എന്ന് വിളിക്കുക. മക്കളെ ഒറിജിൻ എന്നാണ് വിളിക്കുക. ക്ലിയർ ആയില്ലേ? ഒറിജിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാട്ടോ മക്കളെ. ഒറിജിൻ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഒരു ആക്സിസ് വരച്ചിട്ടുണ്ടാവും. യെസ് മക്കളെ, ഇതാണ് ഒറിജിൻ. അല്ലെ, ഈ പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫിസിക്സിലെ റഫറൻസ് പോയിന്റ്. ഇതാണ് ഫിസിക്സിലെ റഫറൻസ് പോയിന്റ്. അതായത് നാട്ടിലുള്ള അമ്പലം, പള്ളി, സ്കൂളൊക്കെ ഇതാണ്. അമ്പലം, പള്ളി, സ്കൂളൊക്കെ ഫിസിക്സിനെ സംബന്ധിച്ച് ഒറിജിൻ ആണ്, റഫറൻസ് പോയിന്റ് ആണ്. നമ്മുടെ വീട് എന്ന് പറയുന്നത്, നമ്മുടെ വീട് എന്ന് പറയാൻ പറ്റില്ല ഒബ്ജക്ട്. മക്കളെ ഒബ്ജക്ട് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഇതാണ് ഒബ്ജക്ട് എന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ സാധാരണ, ഞാൻ ഈ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുള്ള കാര്യം പറയട്ടോ, ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ സാധാരണ എക്സ് വൈ കോർഡിനേറ്റ്സ് ഒക്കെ എടുക്കും. എക്സ് വൈ കോർഡിനേറ്റ്സ് ഒക്കെ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എക്സ് വൈ കോർഡിനേറ്റ്സ് എടുക്കും. അപ്പോ എക്സ് വൈ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് എവിടെയെന്ന് പറയാൻ പറ്റും, ഒറിജിനും കിട്ടിക്കഴിഞ്ഞാൽ അല്ലെ? അപ്പൊ ഒറിജിനിൽ നിന്ന് എക്സ് വൈ കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒബ്ജക്ട് എവിടെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? പറയാൻ പറ്റും. അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ്സ് വേണം. അതിനു മുമ്പ് നമ്മുടെ കയ്യിൽ എന്ത് വേണം മക്കളെ? ഒരു റഫറൻസ് പോയിന്റ് വേണം. ആ റഫറൻസ് പോയിന്റിനെ നമ്മൾ എന്ത് വിളിക്കണേ? ഒറിജിൻ എന്ന് വിളിക്കുന്നത്. കേട്ടോ? ആ റഫറൻസ് പോയിന്റ് നമ്മൾ എന്ത് വിളിക്കണേ? ഒറിജിൻ എന്ന് വിളിക്കണേ. ക്ലിയർ ആയല്ലോ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി അമ്പലം, പള്ളി എന്നുപോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എടുക്കുന്ന റഫറൻസ് പോയിന്റുകൾ പോലെ ഫിസിക്സിൽ എടുക്കുന്ന റഫറൻസ് പോയിന്റ് ആണ് ഒറിജിൻ. ഒറിജിൻ അറിയാമെങ്കിൽ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ പറ്റും. എങ്ങനെയാ പറയാൻ പറ്റുക മക്കളെ? ഇതിൽ നിന്ന് എക്സ് ദൂരം പോവാ. ഇപ്പൊ ഇവന്റെ എക്സ് വൈ ആണ് കോർഡിനേറ്റ്സ് എന്ന് വിചാരിക്കാം. എക്സ് വൈ ആണ് കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിലൂടെ എക്സ് ദൂരം പോവാ, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം? വൈ ദൂരം മുകളിലേക്ക് പോവാ. ഈ ദൂരമാണ് ഈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. കേട്ടോ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കേട്ടോ? അറിയില്ലെങ്കിൽ നിങ്ങളോട് നോക്കുക. ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? എക്സ് ആക്സിലൂടെയുള്ള ദൂരം. ഒറിജിനിൽ നിന്ന് എക്സ് ആക്സിലൂടെ എക്സ് ദൂരം പോയാ പിന്നെ അവിടുന്ന് വൈ ആക്സിൽ നേരെ മുകളിലേക്ക് എന്ത് ചെയ്യുക? വൈ ദൂരം പോയിട്ട് നമ്മൾ ആ പോയിന്റിലേക്ക് എത്തും. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം മക്കളെ, 2, 3 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എക്സ് ആക്സിലൂടെ 2 ദൂരം വരിക, എക്സ് ആക്സിലൂടെ 2 ദൂരം വരിക, വൈ ആക്സിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാം? നേരെ മുകളിലേക്ക് എന്ത് ചെയ്യുക? ഒരു 3 ദൂരം പോവുക. അതാണ് 2, 3യുടെ അർത്ഥം. അപ്പൊ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാം. പക്ഷെ പറയണമെങ്കിൽ ആദ്യം എന്ത് വേണം? റഫറൻസ് പോയിന്റ് വേണം. അതിനെ നമ്മൾ എന്ത് വിളിക്കണം മക്കളെ? ഒറിജിൻ എന്ന് വിളിക്കണം. അപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന റഫറൻസ് പോയിന്റിനെ നമ്മൾ മക്കളെ ഒറിജിൻ എന്ന് പറഞ്ഞ് വിളിക്കണം. അപ്പൊ ഒറിജിൻ ഉണ്ടെങ്കിൽ, റഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൊസിഷൻ പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ആ കാര്യം കഴിഞ്ഞു. അപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് മതി? റഫറൻസ് പോയിന്റ് മതി. പൊസിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പൊസിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പൊസിഷനിൽ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ എളുപ്പം അല്ലെ? പൊസിഷൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊസിഷൻ മാറുന്നുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പൊസിഷൻ മാറിയാലേ എന്തുള്ളൂ? മോശമുള്ളൂ. അപ്പൊ മോശം പറയണമെങ്കിൽ പൊസിഷൻ മാറണം. പൊസിഷൻ മാറണമെങ്കിൽ ആദ്യം തുടക്കത്തിൽ എവിടെയാണ് പൊസിഷൻ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അങ്ങനെ എവിടെയാണ് പൊസിഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പോയിന്റ് ആണ് ഒറിജിൻ അല്ലെങ്കിൽ റഫറൻസ് പോയിന്റ്. അതിനെയാണ് നമ്മൾ പൊസിഷൻ പറഞ്ഞു അല്ലെ? അപ്പോ പൊസിഷൻ പറയണമെങ്കിൽ റഫറൻസ് പോയിന്റ് വേണം. പൊസിഷനിലെ ചേഞ്ച് പറയണമെങ്കിൽ റഫറൻസ് പോയിന്റ് വേണം. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പൊ ഒരു മോഷൻ പറയണമെങ്കിൽ നമ്മുടെ കയ്യിൽ ആദ്യം ഇത് വേണം? റഫറൻസ് പോയിന്റ് വേണം, ഒറിജിൻ വേണം. പിന്നെ നമുക്കൊരു ക്ലോക്ക് വേണം അല്ലെ? എന്തുകൊണ്ടാണ് ക്ലോക്ക്? നമ്മൾ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ, ഡെഫിനിഷൻ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു, ആൻ ഒബ്ജക്ട് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ വെൻ ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷൻ എന്തിനു മാറ്റം വരിക? ടൈമിനനുസരിച്ച് മാറ്റം വരിക എന്ന് പറഞ്ഞത്. അപ്പൊ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ റഫറൻസ് പോയിന്റ് എടുത്തു. ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്തെടുക്കണം മക്കളെ? ക്ലോക്ക് വേണം. ക്ലോക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്ക് നമ്മുടെ കയ്യിലുണ്ടാവണമെന്നല്ല, നമുക്ക് സമയത്തെ കുറിച്ച് ഒരു ഉത്ബോധം ഉണ്ടാവണം അല്ലെ? ഇപ്പൊ നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിൽ ക്ലോക്ക് ഇല്ല.
എന്റെ കയ്യിൽ വാച്ചൊന്നും ഇല്ല. പക്ഷെ ഞാൻ കുറച്ചു നേരം ഇവിടെ നിൽക്കുകയാണെങ്കിൽ നോക്കൂട്ടാ, ഞാൻ ഒന്ന് കാണിച്ചു തരാം. യെസ്, ഞാനിങ്ങനെ കുറച്ചേരം നിന്നു. അപ്പൊ എനിക്ക് തന്നെ ഒരു ബോധമുണ്ട്, സമയം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ കുറച്ചേരം നിന്നു, അപ്പൊ എനിക്ക് തന്നെ ഒരു ബോധം വരുന്നു, സമയം ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ക്ലോക്ക് ഉണ്ടായിട്ടാണോ ഞാൻ സമയം പറഞ്ഞത്? അല്ല, നമുക്കൊരു സമയത്തെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അപ്പൊ അതിനെ നമ്മൾ ക്ലോക്ക് എന്ന് പറഞ്ഞത്. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ക്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റും. ക്ലോക്ക് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ഒബ്ജക്റ്റ് മോഷൻ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സമയത്തെ കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി എന്നർത്ഥം. ക്ലോക്ക് ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഫിസിക്സുകാർ പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷനിൽ ചേഞ്ച് നമുക്ക് അളക്കാൻ പറ്റണം, ടൈമിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് ഫീൽ ചെയ്യണം. അപ്പൊ ടൈമിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് ഫീൽ ചെയ്യണം, പൊസിഷനിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അളക്കാൻ കിട്ടണം. എന്നാലേ നമുക്കൊരു ഒബ്ജക്റ്റ് മോഷനിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മോഷനിലാണെന്ന് പറയണമെങ്കിൽ നമുക്ക് പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണെങ്കിൽ നമുക്ക് എന്ത് വേണം മക്കളെ? റെഫറൻസ് പോയിന്റ് വേണം കേട്ടോ. പൊസിഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണെങ്കിൽ നമുക്ക് റെഫറൻസ് പോയിന്റ് വേണം. ടൈമിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണെങ്കിൽ ക്ലോക്ക് വേണമെന്ന് പറയും. വേണമെന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോ വെറുതെ നിൽക്കുമ്പോൾ സമയം പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഇല്ലേ? സമയം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. എന്തായാലും നമ്മൾ ഫിസിക്സുകാരെ നമുക്കൊരു ടെക്സ്റ്റ് ബുക്കിലായിട്ട് നമുക്കൊരു ബുക്കിലായിട്ട് പറയുമ്പോൾ നമുക്ക് ക്ലോക്ക് കൂടി ഉൾപ്പെടുത്താം. അപ്പൊ ക്ലോക്കും റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ ക്ലോക്ക് ആരുടെ കാര്യം നോക്കും? ടൈമിന്റെ കാര്യം നോക്കും. റെഫറൻസ് പോയിന്റ് ആരുടെ കാര്യം നോക്കും? പൊസിഷന്റെ കാര്യം നോക്കും. അപ്പൊ ക്ലോക്കും റെഫറൻസ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബോഡി മോഷനിലാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഒരു ബോഡി മോഷനിലാണെന്ന് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ക്ലോക്കും വേണം, റെഫറൻസ് പോയിന്റ് ഒറിജിനും വേണം കേട്ടോ മക്കളെ. ഈ ക്ലോക്കിനെയും റെഫറൻസ് പോയിന്റിനെയും ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേര്, ക്ലോക്കിനെയും റെഫറൻസ് പോയിന്റിനെയും ഒരുമിച്ച് പറയുന്ന പേരാണ് മക്കളെ ഫ്രെയിം ഓഫ് റെഫറൻസ് കേട്ടോ. പുതിയൊരു കാര്യം പഠിക്കുകയാണ്, ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ എന്താ ഫ്രെയിം ഓഫ് റെഫറൻസ്? മോഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്കൊരു റെഫറൻസ് പോയിന്റ് വേണം. എന്തിനാ റെഫറൻസ് പോയിന്റ്? പൊസിഷൻ പറയാൻ. നമുക്കൊരു ക്ലോക്ക് വേണം. എന്തിനാ ക്ലോക്ക്? ടൈം ചേഞ്ച് ചെയ്യണമെന്ന് മനസ്സിലാവും. ഇത് രണ്ടും കൂടിയുള്ളവന് പറഞ്ഞ പേരാണ് മക്കളെ ഫ്രെയിം ഓഫ് റെഫറൻസ് കേട്ടാ. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നാണ് പറയാ. അപ്പൊ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടെങ്കിലാണ് ഒരു ബോഡി മോഷനിലാണോ മോഷനിലല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഇത് ബുദ്ധിമുട്ടാണ്, അയ്യോ ഫ്രെയിം ഓഫ് റെഫറൻസ് ഒക്കെ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നണമെങ്കിൽ മക്കളെ, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവർ എന്നർത്ഥം. അപ്പോ ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ ഒറിജിനും വേണം, അയാളുടെ കയ്യിൽ ക്ലോക്കും വേണം. ക്ലോക്ക് വേണമെന്ന് പറഞ്ഞാൽ ക്ലോക്ക് കയ്യിലുണ്ടാവണമെന്നല്ല, മനസ്സിലുണ്ടാവണം. ഒറിജിൻ വേണമെന്ന് പറഞ്ഞാൽ ഒറിജിൻ വേണോ വരച്ചു വെക്കണമെന്നല്ല, മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ ഒരു ഒബ്സർവറിനെ സംബന്ധിച്ച് നോക്കൂ, ഒബ്സർവറിനെ സംബന്ധിച്ച് ഇതാ ഈ പാന മൂവ് ചെയ്യുന്ന അവൻ കാണുന്നുണ്ട്. ഒബ്സർവ് ചെയ്യണമെങ്കിൽ അവന്റെ മനസ്സിൽ എന്തൊക്കെ വേണം? ഒരു ഒറിജിൻ അവൻ എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ടൈം മാറുന്നതായിട്ട് അവന് മനസ്സിലുണ്ടാവണം. അപ്പൊ ടൈമും ഒരു പൊസിഷനും മാറുന്നതായിട്ട് ഒരു ഒബ്സർവറിന് ഫീൽ ചെയ്യും മക്കളെ. എന്നാലേ നമുക്ക് അവിടെ ഒരു മോഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മോഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യണമെങ്കിൽ ഒബ്സർവറിന്റെ ഉള്ളിൽ എന്ത് വേണം മക്കളെ? ഒറിജിനും വേണം. ഒബ്സർവറിന്റെ ഉള്ളിൽ ഒറിജിനെ കുറിച്ച് ബോധം വേണം, പിന്നെ ടൈമിനെ കുറിച്ചും ബോധം വേണം. അപ്പൊ ഒറിജിനും ടൈമിനും നമ്മൾ പറയുന്ന പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ഒബ്സർവറിനെ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒബ്സർവറിനെ തന്നെ നമുക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് കണക്കാക്കാം. കേട്ടോ? ഒബ്സർവർ ആണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ക്ലിയർ ആയോ മക്കളെ? അപ്പോ ഇത്ര ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ തുടക്കല്ലേ, നമുക്ക് ആദ്യത്തെ ക്ലാസ് ആണ്, നമുക്ക് ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്ലാസിന്റെ എഴുതല് ലൈറ്റ് കാണാതിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്, ടെസ്റ്റ് വീഡിയോ ആണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ക്ലാസ് എന്ന രീതിയിൽ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു, അപ്പൊ മൂവ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞു. പൊസിഷനിൽ ചേഞ്ച് വരുമ്പോൾ മൂവ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടൈം. പൊസിഷൻ പറഞ്ഞെങ്കിൽ എന്ത് വേണം? നമ്മുടെ കയ്യിൽ ഒരു റെഫറൻസ് പോയിന്റ് വേണമെന്ന് പറഞ്ഞു. ആ റെഫറൻസ് പോയിന്റ് നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞു. ഇനി ടൈം മാറണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? ക്ലോക്ക് വേണമെന്ന് പറഞ്ഞു. ഈ ടൈമിനെയും ഈ ക്ലോക്കിനെയും റെഫറൻസ് പോയിന്റ് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞ പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് പറഞ്ഞു. ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒബ്സർവർ എന്ന് തന്നെയാണ്. അതായത് മോഷൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, മോഷൻ ഏതെങ്കിലും ഒരാൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അയാൾ തന്നെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അയാളുടെ കയ്യില് ഒറിജിൻ ഉണ്ടാവും, അയാളുടെ കയ്യിൽ ടൈം ഉണ്ടാവും. ടൈം നിങ്ങൾ കാണുന്ന പോലെ ഈ വാച്ച് കെട്ടി നടക്കണം എന്നല്ല പറഞ്ഞ മനസ്സിലുണ്ടാവും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. എന്തെങ്കിലും മനസ്സിലാവുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ഇത് ഞാൻ പറഞ്ഞു, ഇത് ഗഹനമായിട്ടൊന്നും പഠിപ്പിച്ചില്ല. നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഇതൊക്കെ ആവശ്യം തന്നാലും ഇതൊക്കെ നോട്ട് ചെയ്യാം നിങ്ങൾക്ക്.
കറക്റ്റ് പോയിന്റിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് തുടങ്ങാം. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ക്ലാസ് നന്നായാൽ നന്നായി എന്ന് നിങ്ങൾ ഗ്രൂപ്പിൽ അയച്ചിടണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, ഗ്രൂപ്പിൽ അയച്ചിടണം. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അതുവരെ ബൈ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക അത്. യെസ്.